നമസ്കാരം. അംശി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ മലയാളി ഗായകരുടെ നാടൻ പാട്ട് ഇനങ്ങളുമായി ഒരു പുതിയ അധ്യായം കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു വീണ്ടും on അംശി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയിസ് 2016. നമ്മുടെ ഗായകരുടെ നാടൻ പാട്ട് ഇനങ്ങൾ ആസ്വദിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ പുതുശ്ശേരി ജനാർദ്ദനൻ, ശ്രീ കാവാലം ശ്രീകുമാർ, ഉത്തര ഉണ്ണി. മത്സരം എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ആയി പോകുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഗായകർ ഇവിടുന്ന് എലിമിനേറ്റ് ആയി പോയാലും അവർ അംശി മുംബൈ ഫാമിലിയുടെ ഒരു അംഗമാണ്. അതുകൊണ്ട് തന്നെ എലിമിനേറ്റ് ആവുന്ന സമയത്ത് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റിനെ ഞങ്ങൾ ഈ വേദിയിൽ വീണ്ടും പാടാനൊരു അവസരം കൊടുക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം ശ്രദ്ധ. ശ്രദ്ധ കോൺഫിഡന്റ്. നേരത്തെ കുറെയൊക്കെ ടിപ്സ് കിട്ടിയല്ലോ അല്ലേ? അപ്പൊ അതൊക്കെ ഇനി യൂസ് ചെയ്യാലോ അല്ലേ? ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇട്ടുനാടും കീർത്തി കേട്ട് ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളറിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളറിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. പച്ചനെല്ലിൻ കതിരുകൾ കൊത്തി പറക്കും പൈങ്കിളി തത്തെ നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടോ തകതികുതൈ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. പച്ചനെല്ലിൻ കതിരുകൾ കൊത്തി പറക്കും പൈങ്കിളി തത്തെ നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടോ തകതികുതൈ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. തകതികുതക തക തക തകുതികുതക തക തക. കളരിയും കണ്ടു ഞാനേ ഗുരുമുഖം കണ്ടു ഞാനേ ചിതമേറിയ ഗുരുവിന്റെ ചമയം കൊണ്ടേ തകതികുതൈ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. കളറിയും കണ്ടു ഞാനേ ഗുരുമുഖം കണ്ടു ഞാനേ ചിതമേറിയ ഗുരുവിന്റെ ചമയം കണ്ടേ തകതികുതൈ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. തകുതികുതക തക തക തകുതികുതക തക തക. പട്ടുതൊപ്പി കൊപ്പായങ്ങൾ പിളിപ്പിടിയത് പിച്ചാങ്കത്തി മിന്നുന്ന വാളുറുമി ചായപ്പരി ചാതകതികുതൈ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. പട്ടുതൊപ്പി കുപ്പായങ്ങൾ വെള്ളിപ്പിടിയത് പിച്ചാങ്കത്തി മിന്നുന്ന വാളുരുമി ചായപ്പരി ചാതകതികുതൈ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. എട്ടുനാടും കീർത്തി കേട്ട ഇവവേറും കേരള നാട് അമ്പത്തീരടി കളറിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളറിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. ഇട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. അമ്പത്തീരടി കളറിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. അമ്പത്തീരടി കളറിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. അമ്പത്തീരടി കളറിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. ശ്രദ്ധ ഹാപ്പി? ജഡ്ജസ് എത്ര ഹാപ്പിയാണെന്ന് ചോദിക്കാം. റെഡി? ജനാർദ്ദനൻ സർ, എന്താ പ്രകടനം?
വാളം പരിചയെടുത്ത് വെട്ടും പോലെയുണ്ട്. ഇത് പരിചയമുട്ട് കളിയിലെ പാട്ട് തന്നെയാണ്. പക്ഷെ ഈണം വ്യത്യാസപ്പെടുത്തി. അത് മാത്രമേ കുറവ് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം നമ്മളെല്ലാവരും മനം നിറഞ്ഞ് ആസ്വദിച്ചു. പരിചയമുട്ടുകളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാളും പരിചയെടുത്താണ് കളിക്കുന്നത്. വാളും പരിചയം എടുക്കുന്നത് രക്തം കാണാനാണ്, കൊല്ലാനാണ്, യുദ്ധമാണ്. യുദ്ധം എന്നും നാശമാണ് വിതയ്ക്കുന്നത്. ആ സംഗീത ഉപകരണത്തിൽ സംഗീതം കണ്ടെത്തി എന്നാണ് നമ്മുടെ മഹാന്മാരുടെ ഗുരുക്കന്മാരുടെ ആ ഗുരുക്കന്മാരെ നമിക്കുന്നു. ഗുരുവന്ദനമാണ് ഗുരുവിനെ നമിക്കുന്നു. കാരണം ഗുരുത്വമുണ്ടാകണം. ഏത് കലാകാരനും ഗുരുത്വമുണ്ടാകണം. ഗുരുവാണ് ജ്ഞാനത്തിന്റെ അധിപതി എന്ന് പറയുന്നത്. 2 അറിവുകേട് കൊണ്ടാണ് അത്രേ മനുഷ്യൻ ജനിക്കുന്നത്. ഒന്ന്, ഞാൻ ആര്, ഈ ലോകം എന്താണ്. ഇത് രണ്ടും പറഞ്ഞു തരുന്ന ഗുരുവാണ്. എല്ലാവർക്കും ഈ പാട്ടിലൂടെ ഗുരുത്വം നേടാനൊരു മനസ്സ് ശിഷ്യഗണങ്ങൾക്ക് ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇത് ഗംഭീരമായി എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഉത്തര മാം. ചേച്ചി അസലായി പാടി. താങ്ക് യു. നേരത്തെ പാടിയ ആള് തന്നെയാണോ ഇതെന്ന് എനിക്ക് സംശയം. എൻകറേജ്മെന്റ് റൗണ്ടിൽ പാടിയതിനെക്കാട്ടിലും വളരെ നന്നായിരുന്നു. ആ ഒരു കംബാക്ക് പവർ നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരും. കാര്യമുണ്ട്, എന്റെ ടീം, ഈ മൊത്തം ടീമിന് ഞാൻ താങ്ക്സ് പറയാൻ പോവാണ്. എന്നെ ഒരുപാട് എൻകറേജും ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് മൈ എഫേർട്ട്, ഇറ്റ്സ് എ ഗ്രൂപ്പ്. ശ്രീകുമാർ സർ. ഞാൻ ആ എൻകറേജ്മെന്റ് റൗണ്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തായിരുന്നു? ഫോക്ക് വരുമ്പോ ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ്, ഒന്നും പേടിക്കാതിരിക്കണ്ട. അതുകൊണ്ടാണ് എടുത്തത്. അപ്പൊ ഇനി ശ്രദ്ധിക്കണം. Yes, sir. ആ മെലഡി പാടിയ ആളെ അല്ല. അപ്പൊ ഉണ്ടാകുന്ന പേടി എന്നൊക്കെ പറഞ്ഞാൽ ആ പേടി കൊണ്ടുണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ശ്രുതി കാണൂല, ഭാവം കാണൂല, ഗമകമൊന്നും കാണൂല. അപ്പം നമ്മൾ ഈ റൗണ്ട് വരുമ്പോൾ ഇതൊന്നും ബാധകമല്ല. ശ്രുതി ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്ന ശ്രുതിയാണ്, അല്ലേ? ആ സമയത്ത് വരുന്ന ശ്രുതിയാണ്. ഒരു ശ്രുതിയെ ആധാരപ്പെടുത്തിയല്ല, നമ്മൾ അപ്പം തോന്നുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ശ്രുതി നമ്മുടെ തൊണ്ടയ്ക്ക് ഇണങ്ങുന്ന ഒരു ശ്രുതിയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം വെച്ചാൽ ഫുൾ ത്രോ കിട്ടും വോയിസിന്. ഒരു മാൻലി സിംഗിങ് ആയിരുന്നു ഇപ്പൊ കണ്ടത്. ഒരു ഫെമിനൈൻ അല്ലായിരുന്നു, വളരെ ബോൾഡ് ആയിട്ടുള്ള സിംഗിങ് ആയിരുന്നു. അത് ഫോക്കിന് അത്യാവശ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ശ്രുതി കൂട്ടി പാടുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഫോഴ്സ് കൊടുത്ത് പാടുമ്പോൾ നമുക്ക് നമ്മളല്ലാതായിത്തീരും. അതിവിടെ സംഭവിച്ചു. വളരെ ഭംഗിയായിട്ട് പാടി. So much, sir. ശ്രദ്ധ ഇപ്പോഴും നാടൻ പാട്ട് മോഡിലാണ് അല്ലേ? അല്ലേ? ഇപ്പോഴും ആ ക്യാരക്ടറിൽ Actually, it's all because of the team. ഡെഫിനറ്റ്ലി യു ഗോട്ട് സച്ച് നൈസ് റിമാർക്സ്. ഇപ്പൊ മാർക്സിലേക്ക് കിടക്കാം അല്ലേ? ജനാർദ്ദനൻ സർ. ശ്രദ്ധ, മാർക്ക് പറയുന്ന മുമ്പ് ഈ ടീമാണ് നിങ്ങളെ വിജയിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, നമുക്ക് അവരൊന്ന് പരിചയപ്പെടണ്ടേ? ശ്രീനാഥ് അത് ഗംഭീരമായി സപ്പോർട്ടല്ലേ ചെയ്യുന്നത്. രാജേഷ്, സംഗേഷ്, മനേഷ്, നികേഷ്, എന്തുമാത്രം താങ്ങും തണലാണ് ഈ വളരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ സംഗീതത്തിന്, ഈ താളത്തിന്. മൾട്ടി പർപ്പസാണ് അവര്. പാടും, കൊട്ടും, അങ്ങനെ കളിക്കും ചെയ്യും. അത് ഗംഭീരമായി. ആക്ച്വലി സർ, ഇന്നലെ ഒരു പെർഫോമൻസ് ട്രയൽ ചെയ്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരും വന്ന് പറഞ്ഞ് ഓരോരോ ടിപ്പ്, ഈ പാട്ട് ഇങ്ങനെ ഒരു പ്രത്യേക പാട്ടാണ്, സോ അതിനൊരു 100% കൊടുക്കണം. എല്ലാവരും ഫുൾ ടീമാണ് എന്നെ എൻകറേജ് ചെയ്തത്. സോ എനിക്ക് ആ ഒരു ബൂസ്റ്റ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. നന്ദിയുണ്ട് ഒരുപാട്. 45-ൽ 38 മാർക്ക്. ഉത്തര മാം. 9 out of 10. ശ്രീകുമാർ സർ. 39 out of 40. നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആരവങ്ങളും ആർപ്പുവിളികളുമായി ജാതിമത ഭേദമന്യേ മുംബൈയിലെ ഓണാഘോഷങ്ങൾ തുടരുന്നു. ആഘോഷിച്ചു മതിവരാത്ത നഗരത്തിലെ ഓണവിശേഷങ്ങളിലേക്ക്. താനെ ഗോഡ്ബന്ദർ റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രാമം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ സാമൂഹ്യ പ്രവർത്തക ദയാബായ് മുഖ്യാതിഥിയായിരുന്നു. ഞാൻ കൂടുതൽ മഹത്തായിട്ട് കാണുന്ന ഒരു ടീമിന്റെ 2 ഡിഗ്രിയുണ്ട്. LWP and LFP, living with people and learning from people. പ്രമുഖ വ്യവസായി റോയ് ജോൺ മാത്യു,
മിസസ് ഡോളി ജോൺ, സാമൂഹ്യ പ്രവർത്തകൻ ശശികുമാർ നായർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് ഗ്രാമം കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഓണാഘോഷത്തിന് മിഴിവേകി. കണ്ണൂർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ പാണ്ഡുരംഗവാടി മോഡൽ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടന്നു. സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ സ്വാതി ഗാഡ്ഗിൽ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലയ കണ്ണൂർ, കണ്ണന്റെ ഊര് അഥവാ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം കൊണ്ടു വിളിക്കുന്ന സ്ഥലം. പ്രവാസി എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ പ്രേമനില്ലത്തിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രേമന്റെ ആദ്യ നോവലായ പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം സദസ്സിന് പരിചയപ്പെടുത്തി. മുംബൈയിലെ അറിയപ്പെടുന്ന വിവിധ സംഘടനകളിലെ ഭാരവാഹികളും സാമൂഹ്യ പ്രവർത്തകരും അതിഥികളായിരുന്നു. നമ്മുടെ ഈ മറുനാടൻ മലയാളിയുടെ ഓണാഘോഷം ശരിക്കു പറഞ്ഞിരുന്നാൽ അതൊരു ഗൃഹാതുരത്വമാണ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നാടുവിട്ട് യുവപ്രതിഭകളുടെ തിളക്കമാർന്ന പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആഘോഷ പരിപാടികൾ. വനിതാ വിഭാഗം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും നൃത്തനൃത്യങ്ങളും ഗാനങ്ങളും പൂക്കളവും ആർപ്പുവിളികളും ഗൃഹാതുര സ്മരണകൾ. കല്യാൺ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച പൊന്നോണം 2016 മാവേലി വരവേൽപ്പോടെ തുടക്കം കുറിച്ചു. തുടർന്ന് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഓണപ്പാട്ടുകൾ, കൈകൊട്ടിക്കളി, പുലിക്കളി തുടങ്ങിയ കലാപരിപാടികൾ ഓണാഘോഷത്തിന് തിളക്കം കൂട്ടി. റോളിംഗ് ട്രോഫിക്ക് വേണ്ടി നടത്തിയ പൂക്കള മത്സരത്തിൽ 16 ടീമുകൾ മാറ്റുരച്ചു. പൂക്കള മത്സരത്തിൽ ജൂഹി, ഗുൽമോഹർ, രജനീഗന്ധ ടീമുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പ്രസിഡന്റ് വിജയൻ എം നായർ, സെക്രട്ടറി സുരേഷ് PN എന്നിവർ സംസാരിച്ചു. പ്രസാദ് ഷൊർണൂർ ചടങ്ങുകൾ നിയന്ത്രിച്ചു. നവി മുംബൈയിലെ ഐരോളിയിൽ ശിവസേന സംഘടിപ്പിച്ച 3ാമത് ഓണാഘോഷത്തിൽ
രാജൻ വിചാരെ MP, മഹാരാഷ്ട്ര PWD മിനിസ്റ്റർ ഏക്നാഥ് ഷിൻഡെ തുടങ്ങിയ പ്രമുഖർ മുഖ്യാതിഥികളായിരുന്നു. ശിവസേന താനെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീകാന്ത് നായരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളുടെ കൂട്ടായ്മയായിരുന്നു ഓണാഘോഷ പരിപാടികൾക്ക് രൂപകൽപ്പന ചെയ്തത്. കേരളീയ തനിമയാർന്ന കൈകൊട്ടിക്കളിയും നൃത്തങ്ങളും മികവ് പുലർത്തി. ബോസ് ചാലക്കുടിയും സംഘവും അവതരിപ്പിച്ച ഓണപ്പാട്ടുകൾ ആഘോഷത്തിന്റെ പ്രത്യേകതയായിരുന്നു. രവി തൊടുപുഴ സംവിധാനം ചെയ്ത ദേശാടകന്റെ ചിറകുകൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു. യുദ്ധത്തിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്താനും ലോക സമാധാനം കെട്ടിപ്പടുക്കാനും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള വേദിയാകും സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ലോക തൊഴിലാളി ഫെഡറേഷൻ സമ്മേളനമെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ 17ാമത് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള യാത്രയിൽ മുംബൈയിലെത്തിയതായിരുന്നു മുൻമന്ത്രി. ലോകത്ത് സമാധാനം ശക്തിപ്പെടുത്താനുള്ള പ്രസ്ഥാനങ്ങൾ, യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ്, പ്രകൃതി വിഭവം. ഇന്ത്യയിൽ നിന്നും 75ഓളം പ്രതിനിധികളാണ് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സൗത്ത് ആഫ്രിക്കയിലെ ദർബനിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വരും കാലഘട്ടങ്ങളിലെ തൊഴിലാളി പ്രസ്ഥാന പ്രക്ഷോഭങ്ങളും അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന വേദി കൂടിയാവും സമ്മേളനമെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. വരുന്ന കാലഘട്ടത്തിലേക്കുള്ള ലോകത്തിലെ തൊഴിലാളികൾക്ക്, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക്, അവരുടെ പ്രക്ഷോഭങ്ങൾക്ക്, അവരുടെ അവകാശങ്ങൾക്ക്, അവരുടെ ജീവിതം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പുതിയ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ പുതിയ ഡിമാൻഡുകളും അംഗീകരിക്കും. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നായി 4000ഓളം ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന 17ാമത് ലോക തൊഴിലാളി ഫെഡറേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കും. പാലക്കാടിന്റെ തനത് കലാരൂപമായ കന്യാർകളി കല്യാണിൽ അരങ്ങേറി. ചിറ്റൂർ, ആലത്തൂർ താലൂക്കുകളിലെ ഗ്രാമങ്ങളിൽ മാത്രം സുപരിചിതമായ ഈ കലാരൂപത്തെ കേരളം മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന മുംബൈ മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയാണ് സംഘാടകരുടെ ലക്ഷ്യം. കേരളത്തിന്റെ നാടോടി നൃത്തകലാരംഗത്ത് പാലക്കാടിന്റെ കന്യാർകളിക്കുള്ള സ്ഥാനം ഏറെയുണ്ട്. ദേവീദേവന്മാരെ സ്തുതിച്ചു പാടുന്ന ഭക്തസ്തോത്രങ്ങൾ 4 വൈവിധ്യ പാദങ്ങളിൽ വട്ടത്തിലും ഇടവട്ടത്തിലും മുറുകിയ വട്ടത്തിലും ചവിട്ടിയാടുന്ന സമ്പ്രദായമാണ് കന്യാർകളി. 30 തൊട്ട് 40 വരെയാണത്രേ അവതരണ പുറാട്ടുകൾ. പുരുഷന്മാരാണ് സ്ത്രീകളുടെ വേഷം കെട്ടിയാടുന്നത്. സമകാലീന സംഭവങ്ങളും വിഷയമാകാറുണ്ട്. ഈ നഗരത്തിലെ ആദ്യ അവതരണമായ കന്യാർകളി ഇവിടെയുള്ള കലാകാരന്മാരും നാട്ടിൽ നിന്നും വന്ന 12ഓളം കലാകാരന്മാരുടെയും കൂട്ടായ്മയായിരുന്നു. ഇതര മലയാളി സമൂഹം ഇതിന്റെ അവതരണത്തിന്റെ പുതുമയും അവയിലെ ചാരുതയും അത്ഭുതം പൂണ്ടിരുന്നു. ഈ വലിയ നഗരത്തിലും ഒരു നാടിന്റെ അനുഷ്ഠാനത്തെ മലയാളിയുടെ അനുഷ്ഠാനമായി കണ്ട് അഭിമാനത്തിന്റെ നിർവൃതി പൂണ്ട് തൊഴുതു മടങ്ങി. മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിന്റെ തിളക്കവുമായി മലയാളി അധ്യാപിക. മുളുൺ വാണി വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ഡോളി ഹെൻറിയാണ് മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. മുളുൺ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷ പരിപാടിയിൽ ഡോക്ടർ ഡോളി ഹെൻറിയെ അനുമോദിച്ചു. ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമാണിതെന്ന് വാണിയിലെ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും മാനേജ്മെന്റിനും പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഡോളി പറഞ്ഞു. മുംബൈയിലെ സാംസ്കാരിക പ്രവർത്തകൻ കണ്ണൂർ പുളിപ്പറമ്പ് സ്വദേശി KV ധനരാജ് നായർ അന്തരിച്ചു. 45 വയസ്സ് പ്രായം. നട്ടലിന് അർബുദം ബാധിച്ച ചികിത്സയിലായിരിക്കെ തലശ്ശേരി MCC ആസ്പത്രിയിലായിരുന്നു അന്ത്യം. താനെ ജില്ലയിലെ ടാക്കുലിയിൽ താമസിച്ചിരുന്ന ധനരാജ് ഡോംബിവിലി കേരളീയ സമാജം കൂടാതെ കണ്ണൂർ ഫ്രണ്ട്സ് അസോസിയേഷൻ, മുത്തപ്പൻ മടപ്പുര ട്രസ്റ്റ് തുടങ്ങിയ സംഘടനകളിലെയും പ്രവർത്തകനായിരുന്നു. അംശി മുംബൈ, വൈറ്റ് ലൈൻ വാർത്ത തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ധനരാജ് മുംബൈ ഫിലിം സ്ട്രീറ്റ് ജേണലിൽ ഗ്രാഫിക്സ് ഡിസൈനറായിട്ടായിരുന്നു ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത്. കൊമേഴ്സ്യൽ ഡിസൈനർ രംഗത്ത് മികവ് പുലർത്തിയിരുന്ന ഈ ചെറുപ്പക്കാരൻ അഭിനയത്തിലും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. മുംബൈയിൽ ആദ്യമായി അരങ്ങേറിയ പുരുഷന്മാരുടെ കൈകൊട്ടിക്കളിയിലും ഈ കലാകാരന്റെ ചുവടുകൾ ശ്രദ്ധ നേടിയിരുന്നു.
നഗരത്തിലെ വിവിധ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർക്ക് പ്രിയങ്കരനായിരുന്നു ധനരാജ്. അടുത്ത ജന്മമെങ്കിലും കുറഞ്ഞ പക്ഷം മനുഷ്യ ദൈവമായി പിറക്കണേ എന്റെ ഭഗവാനെ. ഫാസ്റ്റോടെ പൂർണ്ണമാകുന്ന കൂടുതൽ വാർത്തകൾക്ക് ട്യൂൺ ഇൻ കൈരളി ആൻഡ് പീപ്പിൾ ടി വി.